ചന്ദ്ര നിന്റെ ഒരു ഫണ്ട് ഉണ്ടാ നമുക്ക് അങ്ങനല്ല ഉണ്ടാ ഉണ്ടാന്ന് ചോദിച്ചാണ് അല്ല കണ്ണാപ്പി ചിരിക്കുന്ന ബാഗിൽ പോ ബാഗിൽ പോടാ അല്ല ഉണ്ടാ ഉണ്ടാ എത്രയുണ്ട് 5 കോടിയില്ല കാണാം ഇപ്പൊ സെറ്റാക്ക 5 മിനിറ്റ് കാര്യം പറ ചന്ദ്ര പഴയത്തെ പോലെ തെണ്ടാൻ പറ്റൂല ഇവിടെ ആരും തരൂല 4 ദിവസം ഇല്ലാത്തോണ്ട് 10-ാം തീയതി തരുമെന്ന് പറയണം കേട്ടാ നമ്മള് അങ്ങനെ പറഞ്ഞാൽ ദിവസം നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ നീ 10-ാം തീയതി വരുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ മതി ചോദിക്കും ചത്തല്ലേ ഒരു എല്ലാരും ഇങ്ങോട്ടോ എല്ലാരും വരിയായിട്ട് വരി മെമ്പർഷിപ്പ് ബ്രോ എന്താ പേര് ശ്രാവണി ബ്രോ ആൻഡ് വേറെ ആരും മെമ്പർഷിപ്പ് എടുത്ത ഡോമേക്കെ ബ്രോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ ഇതിപ്പോ വരിയായിട്ട് നിക്കണ്ടല്ലോ ഇതിപ്പോ നിങ്ങള് വരിയായിട്ട് നിക്കാനുള്ള ആൾക്കാരില്ല മനസ്സിലായില്ലേ ഇതിപ്പം ഇതില് വരി എങ്ങനെ ഉണ്ടാക്കുന്നത് 4 വരി നിൽക്കുന്നതിനൊക്കെ ഒരു വരി എന്ന് പറയാൻ പറ്റുമോ പിന്നെ എത്ര പിന്നെ ഇതില് എന്നിട്ട് റേഡിയോ ഉള്ളത് ഇവിടെ ഇല്ലല്ലോ അതെന്ത് എടാ വില്ലത്തിയുടെ കേസും കൂടിയേ പുള്ളിയെടുത്ത് ബെഞ്ചിലോട്ട് ആടാക്കുന്ന കാര്യം പറ കാരണം ഇത് ഇങ്ങനെ പോയി ബെഞ്ചിലോട്ട് കാരണം മെയിൻ സ്ലോട്ടില് അറിയാലോ അണ്ണനെ അറിയാലോ അപ്പൊ വില്ലംബർ ഇപ്പൊ വന്നാൽ തന്നെ ആയിരുന്നാലും ഫൈറ്റ് സിറ്റുവേഷനിൽ ഫസ്റ്റ് ഇറങ്ങത്തില്ല ഫൈറ്റ് സിറ്റുവേഷനിൽ പൊതുവെ ആർപി ആയിട്ടല്ലേ നോക്കത്തുള്ളൂ അപ്പൊ അന്നേരം ആക്റ്റീവ് ആകുമ്പോ നമുക്ക് മാറ്റിയിട്ട് തിരിച്ചിതാക്കാം മാമ കേറി പയ്യെ കേറിട്ട് ഇപ്പഴേ ആക്കാന്നും വേണ്ട കുറച്ച് ദിവസം കേറട്ടെ ഒരു ആകെ 2 ദിവസമല്ലേ അറിയുള്ളൂ അതിന് അന്നും പറഞ്ഞിട്ടൊന്നും മാറ്റണ്ട ഇന്നിപ്പോ മാറ്റി കഴിഞ്ഞ് കയറ്റിയാലേ അത് വെച്ചിട്ട് പിന്നെ 2 ആഴ്ച ഞാൻ പറഞ്ഞ സ്ലോട്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞ് അവൻ ഡെയിലി കേറുമല്ലോ ഒരു ഡെയിലി ബേസ് നമുക്ക് തന്നെ തോന്നുമല്ലോ ആ ടൈമിൽ നേരെ ഇതിലോട്ട് ആക്കിയാൽ മതി ഇന്ന് ഇത്ര ആയിട്ട് അവന് ഇത്ര പറഞ്ഞ വൈകിട്ട് വന്നിട്ട് നമ്മൾ സംസാരിച്ചിട്ട കാര്യമാണ് എന്നിട്ട് അവൻ ഇന്ന് ഗ്യാങ് ഫണ്ട് കളക്ഷൻ ഉള്ള ദിവസമായിട്ട് അവന് വരാം അവൻ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ അവൻ ഗ്രൈൻഡ് പോലും ചെയ്തിട്ടില്ല അവന് 3 ദിവസം ബാൻ കിട്ടിയെന്ന അതിന് മുമ്പ് എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നാ ഓക്കെ 3 ദിവസത്തെ ബാൻഡ് പോലെ 3 ദിവസത്തെ ബാൻ അവന് കൂടി ഇപ്പൊ 15 കോടി കുറക്ക് അവന് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റില്ല 30-35 കോടി അവന് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്തായാലും ആ പൈസ അവന് വേണ്ടേ പോട്ടെ അത് കൊണ്ട് വന്നെങ്കിലും പറഞ്ഞതിന് കുഴപ്പമില്ലായിരുന്നു ഇത് വന്നിട്ട് പോലും ഇല്ല ഇനി അവൻ എന്തിനു അവൻ ഒരു കാര്യം അവൻ്റെ അടുത്ത് പഴയ ഗ്യാങ്ങിലോട്ട് പോകാൻ പറഞ്ഞു അവർക്ക് എന്തായാലും ഇപ്പൊ ലീഡറിന്റെ ആവശ്യമുണ്ടെന്നാണ് എന്റെ R34 ഇപ്പൊ എന്തായാലും പ്രോപ്പർ അല്ലല്ലേ അപ്പൊ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കളിക്കട്ടെ മനസ്സിലായില്ലേ ഇവിടെ ഞാൻ വന്നിരുന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇത്ര ദിവസം ഉണ്ടായിട്ട് ഞാൻ വന്ന് പാതിരാത്രി ഇരുന്ന് മറ്റേ ഉറക്കമില്ലാതിരുന്നിട്ട് നോമ്പൂതായിട്ട് വന്നിട്ട് ഞാനിരുന്ന് ഗ്രൈൻഡ് ചെയ്ത് എന്നിട്ട് അവനെന്ത് ഗ്രൈൻഡ് ചെയ്യാൻ വരാത്തത് അവന് പറ്റാത്തത് അല്ലെ അവനെന്നല്ല ഈ വരാം ഗ്രൈൻഡ് ചെയ്യാത്ത ഒരു റീസണും ഇല്ലാതെ ഗ്രൈൻഡ് ചെയ്യാത്തവരൊക്കെ എന്താണ് കുഴപ്പം അത് അതിനുള്ള ആക്ഷൻ എടുത്തിട്ട് മതിറാ അല്ല അത് ഗ്യാങ് ഫണ്ട് വന്നിട്ട് ഇനി ഗ്യാങ് ഹൗസ് കയറി മതിറാ അല്ലാതെ അതുമാതിരി കയറണ്ട അങ്ങനെ മതി മനസ്സിലായ ഗ്യാങ് ഫണ്ട് തരുന്നതാണോ അവരിത് കയറിയത് അതേ കെവിനി കയറണ്ട ഗ്യാങ് ഹൗസ് കയറണ്ട കെവിനെ ബെഞ്ച് കിട്ടാ ഞാൻ പറഞ്ഞിട്ട് ബെഞ്ച് കിട്ടരാം ബെഞ്ച് കിടന്ന് അവൻ ഇനി പയ്യ പണിയെടുത്ത് നേരെങ്കിൽ അവൻ കയറാൻ അവന് കഷ്ടപ്പെട്ട് കയറിയത് പട്ടി വരെയാണ് തരുന്നത് നമ്മൾ പറയുന്നതിനൊക്കെ ഇല്ല അത് അന്ന് ഇവിടെ വന്നപ്പം അവന്റെ അടുത്ത് എന്തോ ഒരു സീസൺ അവനെ എടുത്ത് കളഞ്ഞെന്നാണ് പറഞ്ഞത് വാസു പറഞ്ഞത് അവനെ കളഞ്ഞെന്നാണ് എന്നിട്ട് അത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ചാൻസ് എങ്ങനെ ലാസ്റ്റ് വാണിംഗ് ആയിട്ട് കൊടുത്ത് പിടിച്ച് നിർത്തിയപ്പം വീണ്ടും കാണിക്കുന്ന ഇമ്മാതിരി തരങ്ങളാണ് ഇല്ല ഇത് ഇങ്ങനെ കഴിയുന്ന ഇതിന് ആക്ഷൻ എടുത്തില്ലേടാ എല്ലാം ഇങ്ങനെ ലൈറ്റ് ആയിട്ട് മനസ്സിലായില്ലേ ഇതാണ് അപ്ഡേറ്റ് കേട്ടാ ഫൈനൽ ഡിസിഷൻ ഇതാണ് ബെഞ്ചില് ഇവൻ ബെഞ്ചിലോട്ടാണ് പിന്നെ വരാത്തവർക്ക് ഫണ്ട് തരാത്തവര്
പറയാത്തവര് എനിക്ക് പറഞ്ഞിട്ട് കയറിയാൽ അത്രേ ഉള്ളൂ. എടാ ഓരോരുത്തരായിട്ട് നിങ്ങൾ ബോബോ ഇപ്പൊ കേറുവാണ ഇത് ആക്ഷൻ എടുത്തില്ലെങ്കിലേ വേറെ ഒന്നുമല്ല. എനിക്ക് ഇങ്ങനെ ഞാൻ ഇത്രയും സ്റ്റാർട്ട് ഡിസ്റ്റൻസ് എടുക്കാത്തത്. പക്ഷെ ഞാൻ കെവിന്റെ അടുത്ത് പറയുന്നതിന് ഒരു കണക്കുണ്ട്. എത്ര വട്ടം പറഞ്ഞു എത്ര വട്ടം അത് കുറച്ച് അധികമായി. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും, എല്ലാവരും ലൈക്ക് അടിക്കേ. താരാതി സ്ട്രീമർ താങ്ക് യു സോ മച്ച്. കോൺകറർ ലെവൽ മെമ്പർഷിപ്പ് എന്റെ പൊന്നോ, കോൺകറർ ലെവൽ മെമ്പർഷിപ്പാ. ഇത് നമ്മുടെ സിറ്റിയിലെ താരയാണ്. അത് താരാതി സ്ട്രീമർ. താങ്ക് യു സോ മച്ച് താരേ. ഇല്ല വിളിച്ചില്ല. കണ്ണാപ്പി പോ. ഞാൻ വിളിക്കും. ഇതെന്താ അല്ല അത് ഏതോ പേര് അല്ല അത് പേര് റേഡിയോയിലെ പേര് അങ്ങനെ ഇട്ടുണ്ടോന്നാണ് അവൻ. 119 ഐഡിയ ഉള്ള ഒരുത്തൻ എന്നിട്ട് ഇറങ്ങിപ്പോയി വന്നിട്ട്. അല്ല വേറെ ഒരുത്തൻ വന്നിട്ട് ഇറങ്ങിപ്പോയി. താരേ താങ്ക് യു സോ മച്ച്. മനസ്സിലാവും. ഹലോ എടാ ഇപ്പം ഫസ്റ്റ് ഒരാളെ വിളിയോടാ. നിനക്കെന്തൊരു ഗംഭീരായ തൂറിയില്ലേ? ഹലോ, ഒരു കവറും പിടിച്ചില്ലേ? ഒരു മര്യാദ ഇല്ല ആരൊക്കെ. അത് സംഭവമല്ല, ഇവിടെ തിരുവനന്തപുരം ഇവിടെ വന്നില്ല. ഉണ്ട് ഇച്ചിരി ഉണ്ട് ചന്ദ്രന്. അർജന്റായിട്ടൊരു കാര്യം പറയാനാണ്. അർജന്റ് ആണോ? അതിലും അർജന്റ് ആയിട്ടുള്ള കാര്യമല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പൊ നിന്റെ അർജന്റ് കാര്യം കേൾക്കാനാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്നാ പിന്നെ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യ, കണ്ണാപ്പിഞ്ഞോ. കണ്ണാപ്പിഞ്ഞോ നീ ഇനി വരാൻ വിളിച്ചാ വരണം. നീ എത്രത്തോളം ഗ്രൈൻഡ് ചെയ്യുന്ന അറിയാനാണ്. അത് ചന്ദ്രന്റെ കുറച്ച് വർഷമാണ് ഇത് അളിയാ, ഇത് കൊള്ളായിരുന്നു കേട്ടാ. അതിപ്പോ ഓരോരുത്തർ ഇഷ്ടമല്ലടാ അങ്ങനെ കേട്ടിരിക്കുന്ന. അപ്പൊ നിന്റെ നിനക്ക് പറയാനുള്ള എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ റീസൺ കാര്യം എന്താ വെച്ചാൽ പറഞ്ഞിട്ട് നോക്കൂ. ഞാൻ പറഞ്ഞ ഇന്ന് തരുമൊന്നുമില്ല, പറ എല്ലാരും കേൾക്കാൻ. 10-ാം തീയതിക്ക് മുമ്പേ 60 കോടി ആവണേ കൊണ്ട് തരണ. ഇപ്പൊ ഏകദേശം 10 കോടി ആവുന്നു. 10 കോടിയായി. 10-ാം തീയതിക്ക് 60 കോടി ഡേറ്റ്. ഓക്കെ, 10-ാം തീയതിക്ക് 60 കോടിയാണ്. ഓക്കെ, എക്സ്ട്രാ ഒരു ദിവസം 5 2 കോടി പരീക്ഷ ഇടും. ഓക്കെ, അപ്പൊ എല്ലാം ക്ലിയർ ആണല്ലോ. ക്ലിയർ. ഓക്കെ ആരാ അതിപ്പോഴല്ല, ഞാൻ വിളിക്കാം. നീ അങ്ങോട്ട് നീ എവിടെ കോലീഡർ ആണോ? മാറില്ല. അതായത് ട്രസ്പാസേഴ്സ് ആർ വെൽക്കം ഡോഗിന്റെ ഫോട്ടോയുടെ അവിടെ പോയിരിക്കോ. ആ പട്ടിയുടെ മറ്റേ ഇത് തുടലും പിടിച്ചോണ്ടിരിക്കോ. അപ്പൊ അടുത്ത വിളി. അടുത്തത് നമ്മുടെ നോക്ക്, ഗ്യാങ് ഫണ്ട് കളക്ഷൻ നടക്കുമ്പോഴത്തേക്ക് അവൻ കോഡ് വിളിക്കാൻ പോകും. ഇവനൊക്കെ കോലീഡറാക്കി വെച്ചേക്കുന്ന. സാവേജ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ
ഗ്യാങ് ഫണ്ട് ഗ്രൈൻഡിങ്. കൊള്ളായിരുന്നു. അപ്പൊ അടുത്തൊരു ഗ്യാങ് ഫണ്ട് ഗ്രൈൻഡിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നല്ലതാണ്. താല്പര്യമുണ്ട് ചെയ്യാൻ? ഓ ചെറിയ എമൗണ്ട് ആയാൽ കുഴപ്പമില്ല. 50 കോടി വലിയ എമൗണ്ട് ആയിട്ട് തോന്നിയോ? 50 കോടി തോന്നി അങ്ങനല്ലേ? കുറച്ച്. ഓ അപ്പൊ അങ്ങനെ ഉണ്ടൊക്കെ തോന്നി. 50 കോടി എനിക്ക് വലിയ എമൗണ്ട് ആയിട്ട് തോന്നിയില്ലേ? തോന്നി. 50 കോടി ഒന്നും വലിയ എമൗണ്ട് അല്ല. വലുതായിട്ട് തോന്നിയേ. അത് ഇത്ര ഡെയിലി എത്ര വള്ളി എടുക്കാറുണ്ട്? അല്ല പറ. ഗുഡ് ബൈ. ഇല്ല ഡെയിലി എത്ര സിറ്റുവേഷൻ എടുക്കാറുണ്ട് പറ. ഇല്ലടാ അതിന് പകുതി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് 100 കോടി ഉണ്ടാക്കായിരുന്നല്ലേ? നിനക്ക് ഇത്ര 50 കോടി കൂടുതലായിരുന്നു. പോലീസിന്റെ പിറകിൽ ഒരു പോയ സമയം മതിയായിരുന്നു. അത് മതിയായിരുന്നു. എന്നാലും അണ്ണന്റെ പോയി ഫണ്ട് കൊടുത്തരാ. എന്താണ് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ? ബ്ലാക്ക്. എനിക്ക് ഗീവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡ്രോപ്പ് ചെയ്താ മതിയാ? അത് നിങ്ങൾ പഠിക്കണം. മറ്റേ ഇതിലോട്ട് മറ്റേ കൈയുടെ ഇതിൽ കണ്ട അതിലോട്ട് ഇതാക്കിയിട്ട് വലിച്ചിടും. ഡ്രോപ്പ് ചെയ്തോ. എന്നിട്ട് നിനക്ക് അവിടെ ഐഡി എത്രയാണ്? ഐഡി 861 861. അൺഎബിൾ ടു ഗീവ്. എന്താടാ നിനക്കൊരു അണേബിൾ ടു ഗീവ്? 861 നീ ഒരു കാര്യം ചെയ്ത് താഴെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ എടുത്തോളാം. ഡ്രോപ്പ് ചെയ്താ ഞാൻ ഇന്ന് പഠിച്ചുള്ളത് കൊടുക്കാൻ. വിളി 10 100 1000 17 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി 51 കോടി കേസ്. അപ്പം TVS Savage 51 CR 50 കോടി പറഞ്ഞപ്പോ 1 കോടി ടിപ്പായിട്ട് തന്നുകൊണ്ട് 51 CR തന്നുകൊണ്ട് പോകുന്നു സാവേജ്. അടുത്ത വട്ടം ടോപ്പ് ഗെയിനർ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാവേജ്. ഇപ്പൊ തന്ന 50 കോടി കുറവായിരുന്നു അവൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത വട്ടം നമ്മൾ എന്തായാലും കുറച്ചും കൂടി ഒരു കിടിലം ടാർഗറ്റ് വെച്ചിട്ട് എന്തായാലും ബെസ്റ്റ് ഗ്രൈൻഡർ എന്നുള്ള അവാർഡ് നമ്മുടെ സാവേജിന് കൊടുക്കും. ആൻഡ് ഇത്തവണത്തെ ബെസ്റ്റ് ആക്റ്റീവ് ഗൈ എന്നുള്ള രീതിക്ക് ഒരാൾക്ക് 5K നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും ഒരാൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഇതിന്റെ അവസാനം പറയുന്നതായിരിക്കും. ഓക്കെ വേറെന്താ പറയാമെന്ന് സാവേജ് അത് മാത്രമല്ല നമ്മൾക്ക് മറ്റേ കുറച്ച് കൊക്കേനും ഇതൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനും കൂടെ ഉണ്ട്. അതിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. അപ്പൊ സാവേജ് പോട്ടാ അണ്ണാ ഇവ എല്ലാ സിറ്റുവേഷനിലും അണ്ണാ ഇവ എല്ലാ സിറ്റുവേഷനിലും ഉണ്ട്. കുറച്ച് വള്ളി എടുത്താട്ടേ ഉള്ളൂ. പക്ഷെ ആള് പെർഫെക്റ്റ് ആണ് കേട്ടോ അണ്ണാ. സാവേജ് ആള് എല്ലാ സിറ്റുവേഷനിലും ഉണ്ട്. വൈകുന്നേരം തൊട്ട് ഡെയിലി കയറുന്ന ഒരു കുറച്ച് വേറെ ആരെങ്കിലും കൂടെ ഉള്ളപ്പോ ഉള്ള ചെറിയ ചെറിയ എടുത്തേട്ട സ്വഭാവങ്ങളുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ക്ലിയർ ആണ് ആള്. പിന്നെ പറഞ്ഞാലും കേൾക്കും. നമ്മള് മറ്റേ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും പറഞ്ഞാലും ചെയ്യും. സത്യം എല്ലാം കൊണ്ടും നല്ലൊരു പയ്യനാണ്. ഒരു ഗുഡ് റിക്രൂട്ട് ആയിരുന്നു നമ്മൾ അവസാനം എടുത്തതിലുള്ളതിൽ. ഓക്കെ അപ്പം അടുത്ത ആളെ വിളിക്കുന്ന പിന്നെ അടുത്തത് നമ്മുടെ കനേഡിയൻ ബുള്ളറ്റ് ഓൺ ദി സ്റ്റേജ്. എന്തിരുന്നു കനേഡിയൻ ബുള്ളറ്റ് നീ പറഞ്ഞെന്തിനായിരുന്നു? കനേഡിയൻ ബുള്ളറ്റ് പറഞ്ഞാം. നേരെ നമ്മൾ രണ്ടു മാറിക്കൂടാ. നേരെ ഇറങ്ങിപ്പോട്ട് അപ്പൊ പോയ അപ്പൊ TV ബുള്ളറ്റ് ഹാസ് ബീൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ പറഞ്ഞപ്പോ മറ്റേ എന്താണ് ഇവിടുത്തെ ഗ്രേറ്റ് അണ്ണന്റെ ഐഡി എന്റെ 561 സെറ്റ്. നിന്റെതോടാ രായ 38 കോടി ബ്ലാക്ക് മണി വന്നിട്ടുണ്ട്. വൈറ്റ് ഇല്ലേ? 12 കോടി വൈറ്റ് ബുള്ളറ്റ്. ബുള്ളറ്റ് 38 കോടി ബ്ലാക്ക് മണിയും 13 കോടി വൈറ്റ് മണിയാണ് തന്നിരിക്കുന്നത്. വൈറ്റ് മണിയുടെ വാല്യൂ ബ്ലാക്ക് മണിയെക്കാട്ടിയും കൂടുതലായത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ സീനില്ല. അതുകൊണ്ട് ബുള്ളറ്റ് തന്നതിൽ ഒരു പ്രശ്നമില്ല. അപ്പൊ ബുള്ളറ്റിന് ഗ്യാങ് ഹൗസിന്റെ അകത്തോട്ട് തന്നെ പോവാ, പുറത്തോട്ട് പോകണ്ട. ബുള്ളറ്റ്
ബുള്ളറ്റ് 38 CR ബ്ലാക്ക്, അണ്ണാ അപ്പൊ 50 കോടി വൈറ്റും തന്നിരുന്നെങ്കിൽ 12 CR വൈറ്റ്. 50 കോടി വൈറ്റ് മുക്കും കിടന്നു ഉണ്ടാകാൻ. എന്റെ 1.5 കോടിയാണ് ഇത് ഇന്ത്യയുടെ കേട്ടല്ലേ. നല്ല പാടല്ലേ. വൈറ്റ് ആണെങ്കിൽ ഭയങ്കര പാടാണ്. മോഷണം നടത്താൻ സമയമായി. പക്ഷെ എന്നാലും ഇല്ലടാ പാടാടാ കുലാനെ പാടാ. സീരിയസ് ആയിട്ട് പറ. സിനിമ വിളിച്ചിട്ട് ആ സിനിമ അല്ല സിനിമന്റെ ബാക്കി നിക്കണ അപ്പൊ അടുത്തായിട്ട് സുനിമോന്റെ ഫണ്ട് കളക്ഷൻ അല്ല വേണ്ട. സുനിമോന്റെ ബാക്കിക്കുന്ന ആളോ? സുനിമോന്റെ ബാക്കിക്കുന്ന ആളോ? നിക്കോ സിനിമേന്റേത് പറ. തോന്നില്ലെന്നോ കേട്ടാ എന്തിനിത്? ബുധനാഴ്ച ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച. നിന്റെ അവിടെ വെള്ളിയാഴ്ച വന്നത്? ഡേറ്റ് ഒന്നും നോക്കാറില്ല. പണിയെടുത്ത് ആ കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാണ് ഗ്രേഡിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നിന്റെ ഒരു എക്സ്പീരിയൻസ് നല്ലായിരുന്നു. അല്ലേ? ഇനിയും ഇങ്ങനത്തെ ഒരു ഗ്രൈൻഡിങ്ങിന് തുടരുന്നതുണ്ടെങ്കിൽ നിനക്ക് എത്ര ഒരു ടാർഗറ്റ് കൊടുക്കണമെന്നാണ് നിന്റെ ഒരു അഭിപ്രായം? ഇനി ഒരു 100 കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ നിക്ക് പറഞ്ഞേക്കുന്നത് അടുത്ത ടാർഗറ്റ് 100 കോടി കൊടുക്കണമെന്നാണ് പറയുന്നത്. 50 കോടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിറ്റിയിലുള്ളവന്മാര് വള്ളിയും പിടിച്ച് കിടക്കും. അതുകൊണ്ട് 100 കോടി കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും 50. നീ കോലീഡറാണോ? ബുള്ളറ്റ് നീ കോലീഡറാടാ? അല്ല സുനിമോന് നീ കോലീഡർ അല്ലല്ലേ? ഞാൻ വൈറ്റ് ഉണ്ടാകും. 100 എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 100 ബുദ്ധിമുട്ടുണ്ടോ? എത്ര ഉണ്ടാക്കിയാലും ഓരോരുത്തർ താല്പര്യം അനുസരിച്ചാണ്. അതെ താല്പര്യം അനുസരിച്ച് ചെയ്യാം ഇഷ്ടമുള്ള കാര്യം. ഓക്കെ അപ്പം നിക്കേ തന്നു. ഐഡി എത്ര? ID 861. കിട്ടി. അപ്പം ക്യൂട്ട് നിക്കിന്റെ വക ഇനി ഉണ്ടോ? എന്താടാ ഇനി തരണ്ടാ? അപ്പൊ ക്യൂട്ട് നിക്കിന്റെ വക അപ്പം 50 CR ബ്ലാക്ക് കറക്റ്റ് 50 കോടി പറഞ്ഞു. 50 കോടി കറക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 100 മെത്തം 100 ഇത് തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതൊന്നും കണക്കി ഉൾപ്പെടുന്നില്ല. എന്നാലും താങ്ക് യു. എന്തായാലും പറഞ്ഞത് കറക്റ്റ് ചെയ്തല്ലോ. ആ ഉത്തരവാദിത്ത ബോധം അതിന് താങ്ക് യു. അപ്പൊ പോയിട്ടോ. ഓക്കെ അടുത്തതായി നമ്മുടെ ബോബോയിനെ വിളിക്കുന്നതാണ്. ബോബോയ് ഓൺ ദി ഫ്ലോർ വരിക. കയ്യിലൊക്കെ എന്തായാലും ഇരിക്കണം. എന്നാ വെട്ടിക്കൊല്ലാനാണെന്ന് തോന്നുന്നു. വാക്കത്തേക്ക് കേട്ടോ. തെങ്ങേറ്റക്കാരനാണ്? തെങ്ങേറ്റക്കാരനാണ്? അണ്ണാ എനിക്ക് കുറച്ച് വിഷമം പറയാൻ. കരി കടത്തിട്ടോ മേളിൽ കയറി. കരിക്കില്ലല്ലോ അണ്ണാ ഇവിടെ. കരിക്കൊക്കെ ഉണ്ട്. എന്നാ ഞാൻ 25 കോടി ഉണ്ടാക്കിയണ്ണ. എന്നിട്ട് അത് ഡബിൾ ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇട്ട്. അപ്പൊ അത് ഇടിഞ്ഞണ്ണ. ഇപ്പഴും ഇടിഞ്ഞ് കിടക്കുവണ്ണ. 10 കോടി തന്നെ കിടക്കുന്നല്ലോ അണ്ണ. ബ്ലാക്ക് ഞാൻ വൈറ്റ് ആക്കിയില്ലോ അണ്ണ. വൈറ്റ് ആക്കിയപ്പോ നിനക്ക് 25 ഇത് കിട്ടി. ആ അതെ നമുക്കറിയില്ലായിരുന്നല്ലോ. നമ്മൾക്കിപ്പോ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ലേടാ കൂടുതൽ വൈറ്റ് മണിക്ക് വിലയുണ്ടെന്നൊക്കെ അറിഞ്ഞേടാ. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടാൻ കാരണം എന്താ? അത് കണ്ണാപ്പി പറഞ്ഞ ബിറ്റ് കോയിനിൽ ഇട്ടാ പെട്ടെന്ന് പൈസ കേറുമെന്ന്. അത് എത്ര കയറും? ഈ പരിപാടി നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റേ തൊപ്പിയുടെ ലൈവ് പറഞ്ഞ സാധനമല്ലേ ഇത്? കേട്ടിട്ടുണ്ട്. ക്രിപ്റ്റോ സ്കാമർ. എത്ര കയറും പൈസ? അതൊരു ഇരട്ടി. ഒന്നും കേറത്തില്ല. വെളിയിലത്തെ അതേ വിലയാണ് ഇവിടെ. ഇവന്മാർക്ക് അത് നോക്കാൻ പോലും അറിഞ്ഞൂടാ. ചുമ്മാ കേറി വന്നിട്ട് പൈസ തട്ടി കൊടുത്താഴ്ത്തും കൊടുക്കും വിചാരിച്ചാ പറഞ്ഞത്. 100 കോടി കൊണ്ടുവന്നിട്ട് ഗാങ് ഫണ്ട് കൊടുത്താ കേട്ടാ. ഇല്ലണ്ണ അണ്ണ ഇല്ലല്ലോ അണ്ണ. ഇപ്പൊ 50 തരാൻ പോലും ഇല്ലല്ലോ. 50 തരാൻ ഇല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. കുഴപ്പമില്ല. അന്തേരിയിൽ ഒരു പുതിയ സ്ലോട്ട് ഉണ്ട്. മറ്റേ അവിടെ നിന്ന് ഗ്രൈൻഡ് ചെയ്ത് 50 കോടിയും പിന്നെ ഒരു എക്സ്ട്രാ ഒരു 25 കോടി ഇതും കൂടി ഫൈനും കൂടി ആയിട്ട് അതിനുശേഷം ബെഞ്ചിൽ വരാം. ബെഞ്ചിൽ വന്നിട്ട് പിന്നെ ഞാൻ ആലോചിച്ചിട്ട് സ്ലോട്ട് വേണ്ട. ഇച്ചിരി എന്താ ഉണ്ട്? ഇച്ചിരി ഉണ്ട് തരാണ്. ഇച്ചിരി ഉണ്ടെങ്കിൽ ഇച്ചിരി ദിവസം വെളിയിലും ആയിരിക്കും. ID ID 861. അയ്യോ കാണുന്നില്ലല്ലോ അണ്ണ ID. അയ്യോ വഴിതാ കാണുന്നില്ലേ? വെള്ളോട്ട് ഇറങ്ങിക്കോ.
വാർത്തകളാ 311 861 അയ്യോ 311 കിട്ടല്ലോ അണ്ണാ 311 ഇട്ടാടാ. ആ ഇതാരാണ്? എന്ത് ചെയ്യും അണ്ണാ? ഇനിയിപ്പോ പുറത്ത് ടിക്കറ്റ് ഒക്കെ വലിച്ച് ഇനി പൈസ ഒക്കെ കിട്ടുമ്പോ വൈകുമല്ലോ അണ്ണാ. ആണല്ലേ, എന്നാ നീ അതൊക്കെ വരച്ച് പയ്യെ എല്ലാം സെറ്റ് ആക്കി വന്ന് വലിച്ചിട്ട് ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ആ വെട്ടുകത്തി കൊണ്ടുപോലെ പനയത്ത് ഇറങ്ങിക്കോ, പൊക്കോ പൊക്കോ. മാമേ 5 കോടി നിന്ന് പറ്റിക്കാൻ നോക്കിയാണ്ടാ അണ്ണാ 5 കോടിയൊന്നും അല്ല അണ്ണാ മാമ അത്. എന്തൊക്കെയാടാ 100,000 ലക്ഷം മൂലക്കുരു ഉണ്ടാ എന്തോ പറഞ്ഞേ കേട്ടില്ല. പറഞ്ഞേ കിട്ടിയോ അണ്ണാ? ആ ബോബോയ് 50 CR and 1 rupees. 1 രൂപ അവന്റെ വായില് മറ്റേ വായ്ക്കരി ഇടാനായിട്ട് ഉണ്ട്. 1 രൂപ കൂടി തന്നിട്ടുണ്ട് അവൻ. ആ എന്തായാലും സമയത്ത് കംപ്ലീറ്റ് ചെയ്തത്. കണ്ണാപ്പി നീ ഇവനെ കണ്ട് പഠിക്കണം കേട്ടാ, കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഞാൻ ഭൂക്കങ്ങളുണ്ടല്ലോ ഇന്ന് ഞാനും കംപ്ലീറ്റ് നീ കൊരങ്ങന്റെ കുടിക്കാൻ പിടിച്ച് നടന്ന് മറ്റേ പിത്തർജിയെ പോലെ ആയി. നമുക്കൊരു കാര്യം പറയാണ്ടണ്ണ. അതിപ്പോ പറയണ്ട, അത് ഏറ്റവും അവസാനം പോയിട്ടോ അവസാനം പോട്ടോ പോടാ പോ 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 എന്റെ ഉമ്മ. പോ പോ അമ്മ. ശബ്ദം കേട്ടുപോയി. അടുത്ത അടുത്ത ആളെ ബുള്ളറ്റ് വിളിക്കാൻ കഴിച്ചില്ല. എന്നിട്ട് രണ്ടാമത് അടുത്ത സുനി വിളിക്കണോ? വിളി. അടുത്തതായി സുനി. വിളിക്കല്ലേ പോയി ബാക്കിൽറാ പോയില്ലറാ. ഇപ്പേലും വിളിച്ചല്ലോടാ സുനിയെ. വിളിച്ചല്ലോടാ. അത് പോടാ ആദ്യം വന്ന് നിക്കണ്ട വിളിക്കണേ പോടാ അതാടാ. സിനിമ സിനിമ വെയിറ്റ് ചെയ്ത് പാവടാ തിരിച്ചു വരാം സുനിയെ തിരിച്ചു. പിന്നെ എല്ലാം ലാസ്റ്റ് വെത്താ. പൊക്കോ 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 ലാസ്റ്റ് മതി. പൊക്കോ പൊക്കോ. താഴോട്ടോ ഇല്ല സുനി, ലൈനിലില്ല. ലൈനിൽ ഏറ്റവും അവസാനം പോയതില്ലേ. അടുത്ത ആളെ അടുത്ത സക്കീർ ഹുസൈൻ. അടാ സമരമൊക്കെ കഴിഞ്ഞു വരുന്ന പയ്യനാണേ. സക്കീറെ, നീ നമ്മളെ പ്രയോറിറ്റിയില് ഇല്ല, ഒരു ഓപ്ഷൻ ആണ് നീ. അപ്പം പിന്നെ വന്ന കുഴപ്പമില്ല. 10 കോടി ഉണ്ടാക്കിയായിരുന്നു അണ്ണാ. 2 തവണ ഒന്ന് ചാട്. ഒരു ചാട്. അതൊരു ഗ്രില്ലൊക്കെ വെച്ചോണ്ടായിരുന്നു. എന്തൊരു കയ്യിലെന്തൊരു പണിയെടുത്ത് ഒട്ടിപ്പോയതാണ്. ആണല്ലേ? പണിയെടുത്ത് പണിയെടുത്താണെ വായിൽ കുറച്ച് പക്ഷേ കൊട്ടേണ്ടതാണല്ലേ. ഇല്ല ആ പണി ഇപ്പൊ ഇല്ല. അല്ല ആ പണി ഇപ്പൊ ഇല്ലെന്നാ. ഉണ്ടായിട്ട് 54 പോയലാണ്. ഓ അപ്പൊ 54 വേണ്ടിയായിരുന്നാ നീ ആ പണി എടുത്തോട്ടിരുന്നത്? അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. 54 മൂലം എന്റെ വായു അങ്ങനെ കണക്ക്. ഒരുമിച്ചായിരുന്നു കൊണ്ടിരുന്നത്. വെള്ളമായും വെള്ളത്തന്തി. എങ്ങനെയുണ്ട് ഗ്രൈൻഡിങ് ഒക്കെ എക്സ്പീരിയൻസ്? എത്ര അമ്മമാരെ പിടിച്ചോണ്ട് പോയി ഗ്രൈൻഡ് ചെയ്തപ്പം? നിന്റെ ഒരു എക്സ്പീരിയൻസ് പറയൂ. എത്ര ഹോസ്റ്റേജായി ഈ ഗ്യാപ്പില്? 2 വട്ടം പണിയിടയ്ക്ക് 2 വട്ടം. പണിയുടെ 2 വട്ടം കൊണ്ടുപോണ്ടായിരുന്നത്. പണിയുടെ കൊണ്ട് അവരെ പഠിക്കുന്നത്. എടാ നീ ഒഫീഷ്യൽ ഹോസ്റ്റേജ് മാറിയ ടിവിയുടെ? അത് മറ്റേ ലവന്മാരാണ് മിസ്റ്റർ വൈറ്റ്. അവന്മാര് കുഴപ്പമില്ല. കേറി അകത്ത് പോടാ. എവിടെ പോണ്? ഇപ്പൊ നിലവിൽ ഒഫീഷ്യൽ ഓപ്ഷണൽ പ്ലെയറും ഒഫീഷ്യൽ ഹോസ്റ്റേജും. ഓപ്ഷണൽ പ്ലെയർ. ഓക്കെ. അപ്പൊ ഗ്യാങ് ഫണ്ടൊക്കെ സെറ്റ് ആയാ? സെറ്റാ. ഓക്കെ. കെട്ടിടം പൊളിഞ്ഞു വീടാറാ നിങ്ങളെ മറ്റേ കോളേജിന്റെ? കോളേജിൽ ഞങ്ങള് പൊളിഞ്ഞു വീണുള്ളത്. ഇപ്പൊ തട്ടാൻ നോക്കുക ഞങ്ങളാ. മിസ്റ്റർ വൈറ്റ് എന്തരാണ്? ടീം വൈറ്റ് എന്തരാണ്? അമ്മയുടെ പേര് അങ്ങനെ എന്തരമാണ്? ID 861. എത്ര ഉണ്ട് നോക്കട്ടെ. 100 കോടിയാ? നീ എത്ര ഇട്ടത്? 100 കോടിയൊന്നല്ല അണ്ണത്. നീ എത്ര 50 കോടി ഇട്ടത്? ഇപ്പഴാ റൗണ്ട് ആയത്. ഇതിപ്പോ എത്ര ഇട്ടടാ? ഇതേത് വണ്ടിയുടെ ബാക്കിലുള്ള 52. TVS സക്കീർ ഒഫീഷ്യൽ ഹോസ്റ്റേജ് ആൻഡ് ഒഫീഷ്യൽ ഓപ്ഷണൽ പ്ലെയർ 52 CR. ഓക്കെ. ഹോസ്റ്റേജ് പൈസ ഇങ്ങോട്ട് കിട്ടിയല്ലോടാ.
പോട്ടെ പോട്ടെ. ഇല്ലടാ. മാവൻ വേഗമായിട്ട് നടക്കണം. അണ്ണാ, ഓതോ അടുത്ത ആരാ വിളിക്കുന്നത്? ഗിടി വിളി ഗിടി വിളിയാണോ? ഗിടി. അടുത്തത് ഗഡി വരികയാണ്. ഗഡി ടി.വി.എ ഗഡി വരൂ. ടി.വി.എ ഗഡി. അത് ഗ്യാങ് ഡ്രസ് ഇടാത്ത റൗണ്ട് കൊടുക്കട്ടെ. വരട്ടെ. ഏത് ഗ്യാങ്ങാണ് ബ്രോ? ഗ്യാങ് ഇറങ്ങുന്ന പുറത്ത് ഇതിനായിട്ട് കളിക്കാനാണോ താല്പര്യം? ഇല്ല ഗ്യാങ് ഡ്രസ് ഇട്ടുകൊണ്ട് വരണമെന്ന് പറയൂടെ ഗ്യാങ് ഫണ്ട് കളക്ഷൻ വരുമ്പോൾ? വേണ്ട ഇനി നീ വിട്ടിട്ട് വരണ്ട. നീ നീ ഇട്ടിട്ടോ പോയിട്ടോ. അണ്ണന്റെ വണ്ടി എന്റെ ഇനി ആരാണ്? മാമൻ വിളിച്ചോണ്ടാ. മാമൻ വിളി അവന്റെ റീസൺ. അടുത്ത മാമൻ ടി.വി.എ മാമൻ ഒന്നും പറഞ്ഞോ. ദി ഓൾഡ് ഗ്രൈൻഡർ. മാമനെ വിളിക്കുന്നതിന് മുമ്പേ എന്നാ ഓക്കെ. അപ്പൊ മാമൻ ഒന്ന് വെയിറ്റ് ചെയ്യാം. പറയാനുള്ള കേട്ടിട്ട് മാമൻ വെയിറ്റ് ചെയ്യും. വെട്ടിയും കെട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. പറ കേക്കട്ടെ. ഇല്ല മാമ അവിടെ നിൽക്കട്ടെ. കേക്കട്ടെ. വെയിറ്റ് ചെയ്യും. വിളിക്കാം. ഇത് നമ്മുടെ നിലയ്ക്ക് വിലക്കോ ഒത്തൊരു പൈസ അല്ല കാര്യം പറ കേക്കട്ടെ. സംബന്ധിച്ചാ ഇവൻ ചെന്ന് നമ്മുടെ ഗാങ്ങിന്റെ ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് 10 കോടി കെവിയുടെ മേടിച്ചെണ്ണ ഉളുപ്പില്ലാത്തവൻ. ഇത് നമ്മുടെ ഗ്യാങ്ങിന് നിലയും വിലക്ക് പറ്റിയ പൈസ അല്ല. ഇത് വേണ്ടെണ്ണ. മറ്റേ എന്ത് ജോണി എന്ന് പറഞ്ഞ പുള്ളിയില്ലേ, ജോണി മാമൻ, പുള്ളിയുടെ 10 കോടി കടം മേടിച്ചോണ്ടാണ് ഇപ്പൊ ഗ്യാങ് ഫണ്ട് ഒക്കെ തരാൻ വരുന്നത് മാസം അടിച്ച്. ഇതിപ്പോ ബോബോയ് ഒക്കെ ഇത്ര ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ. ബോബോയ് അതെ ഭയങ്കര കഷ്ടപ്പെട്ടേ. ഞാൻ അവനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. അവന്റെ സൈഡോട് കേൾക്കണമല്ലോ. ബാക്കിൽ ഒരു കഴിവേറി വന്നേക്കുന്നുണ്ട്. എണ്ണി മേടിക്കണം കേൾപ്പെടാത്ത അതോ നിന്നെ വിളിക്കും. നിന്നെ വിളിച്ചിട്ടേ നിന്നെ വിടത്തുള്ളൂ. വെയിറ്റ് ചെയ്തിട്ട് കേൾപ്പോ. നീ അവിടെ നിന്നോ ഒഫീഷ്യലായിട്ട് എന്നെ വെളിയിലാക്കുന്ന ഒരു സീനുണ്ട്. പോയവിടെ നില്ലടാ. പോയി നില്ല്. താഴെ നില്ല്. ശരി വിളിക്കും. മാമ വാ. മാമ ഇപ്പൊ എന്തായി ഗ്രൈൻഡിങ് ഒക്കെ? കൊറേ കഷ്ടപ്പെട്ടെന്നാണ് മാമ. ഫണ്ടൊക്കെ സെറ്റാണോ? പറയുന്നുണ്ടാ ഒന്ന് കേട്ടോടാ. സമയം കേട്ടിരിക്കരുത് ഇത്ര നേരം. ഒന്ന് മൈക്ക് ഒന്ന് ഓണാക്കണം മാമ പെട്ടെന്ന്. മൈക്ക് ഓൺ ആൻഡ് ഓഫ്. തത്സമയത്തിന്റെ സൗണ്ട് മ്യൂട്ട് ചെയ്യണം. മൈക്ക് ഓണാക്കണം. ഇച്ചിരി പാടല്ലാണ് അത് തന്നെ. ഇതിപ്പോ പൊക്കിയില്ലടാ. ഇനിയിപ്പോ മിണ്ടിയ പ്രശ്നമാവില്ലടാ. മൈക്ക് ഓണാക്കി ഇപ്പൊ വെളിയിൽ പോകും കേട്ടോ. ഗ്യാങ്ങിന്റെ വെളിയിൽ പോകും. അതുകൊണ്ട് പെട്ടെന്ന് ഓണാക്കിയോ. ഹലോ അണ്ണാ ഇപ്പൊ പറ വായിടകത്ത് കയറി സംസാരിക്കുക. ഹലോ അണ്ണാ ഇപ്പൊ ഓക്കെ അല്ലേ? കഷ്ടപ്പെട്ടല്ലടാ മാമ. പറ അണ്ണാ കുറച്ച് കഷ്ടപ്പെട്ടണ്ണാ. ഞാൻ ഈ ഇടയ്ക്കാണ് ആക്റ്റീവ് ആയത്. ഒരാഴ്ചയാണോ? ഒരാഴ്ച ആയോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഏകദേശം. എന്നിട്ട് അണ്ണാ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ഉണ്ടാക്കിയണ്ണ. എത്ര ഉണ്ട്? ഒരു 10 CR ബ്ലാക്ക് അണ്ണാ. 10 CR ബ്ലാക്ക് കെവിയുടെ ഗ്യാങ്ങിന്റെ മെമ്പറിന്റെ കടം വാങ്ങി നടന്നു. കെവിയുടെ മെമ്പറിൽ നിന്നാ മേടിച്ചത്. ഹലോ പറഞ്ഞോണ. അല്ല 10 CR എങ്ങനെ ഉണ്ടാക്കിയത്? അണ്ണാ ഞാൻ കെവിയുടെ ആൾക്കാരിൽ നിന്ന് മേടിച്ചായിരുന്നണ്ണാ. എടാ അതിന് കാര്യം ചോദിക്കട്ടെ. കണ്ട ഗ്യാങ്ങിന്റെ മീൻസ് വേറെ കണ്ട ഗ്യാങ്ങുകളിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാനാണ്. പിന്നെ ഇവിടെ നിന്ന് പിന്നെ നമ്മള് ഗ്യാങ് ഫണ്ട് ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ഒരു പേര് വെച്ചിരിക്കുന്നത് എന്തിനാണ്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. കെവിയില് ഞാൻ വിളിക്കാം. ഞാൻ അപ്പാപ്പനെ വിളിക്കാം. വെയിറ്റ് ചെയ്യേ. ഇവനെ വിശ്വസിക്കലാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കുഴപ്പമില്ലല്ലേ. അണ്ണ ഞാൻ പറഞ്ഞേ. അണ്ണാ 1 മിനിറ്റ് ആണോ വിളിക്കാൻ? 1 മിനിറ്റ് എനിക്ക് ഞാൻ പറഞ്ഞേക്കോ അണ്ണാ.
അണ്ണാ നമുക്ക് കാരണം ഞാൻ ഗ്രൈൻഡിലാണ് കുറച്ച്. നീ ഗ്രൈൻഡ് ചെയ്ത് പക്ഷെ നീ കണ്ടാലോടാ. പൈസ മേടിച്ചത് നിനക്ക് ഇല്ലെന്ന് പറഞ്ഞാല് ഞാൻ വെയിറ്റ് 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 വെയിറ്റ്. അതാണ് ഞാൻ ഇവരുടെ പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞ സരക്കണ്ണ എന്തേലും ഇളവോ അല്ലെ എന്തേലും സരക്കണ്ണയിലും കയ്യിൽ നിന്ന് പൈസ കിട്ടും. അണ്ണാ കണ്ണാപ്പി നീയേ നീ ആ അങ്ങനെ തെണ്ടി മേടിച്ച പൈസ ഹലോ ഇല്ല ഹലോ സെബു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഹലോ ഹലോ അപ്പുറത്തെ ഗവിയുടെ ഇത് മേടിച്ചോണ്ടിക്ക് 10 വന്നേ കോടി മേടിച്ചെടുത്തു. ഹലോ ഹലോ എന്നിട്ട് അറക്കല്ലേ ആ ഹലോ സാറൊക്കെയാണ് പിന്നെ ഞാൻ മറ്റേ KVയിലെ ജോണി. ഓക്കെ ഓക്കെ പിന്നെ ഞാൻ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ TV ആരേലും വന്ന് TV ആയാലും മെമ്പർ വന്ന് പൈസ വല്ലതും മേടിച്ചായിരുന്ന ജോണി മാമിന്റെ അടുത്ത് ജോണി മാമൻ കുറച്ച് ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞപ്പോഴേ എന്നോടൊരു 30 CR ചോദിച്ചത്. പക്ഷെ ഞാൻ ഒരു 10 CR കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഞാൻ മാമനാണോ? പിന്നെ ഒരു മാമൻ. കാര്യം മാമൻ അല്ലേ ഇനി TV ആരേലും വന്നിട്ട് പൈസ വെക്കുകയാണെങ്കിൽ പറയണം. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു സംഭവം. അത് പിന്നെ എന്നോട് ഒരാള് പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായത്. പൈസ ചോദിക്കണമെങ്കിൽ എന്റെ അടുത്ത് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാൽ മതി. എന്റെ അടുത്താ അല്ലെങ്കിൽ രാന്റെ അടുത്താ അല്ലെങ്കിൽ ഈ വാസു ആരില്ല നമ്മളെ കോലീഡർ ആയിട്ടുള്ള ലീഡർ എന്ന് പറഞ്ഞാൽ മതി കേട്ടാ. പിന്നെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടൂക്കി കാണിച്ചങ്ങ് വിട്ടാൽ 10 പൈസ കൊടുക്കരുത്. പുള്ളി സിറ്റിയിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ 2 ദിവസം ആയെന്നൊക്കെ പറഞ്ഞപ്പോഴേ കഷ്ടപ്പാട് തോന്നിട്ട് അങ്ങ് കൊടുത്താ പിന്നെ തരാന്നൊക്കെ അല്ല പറഞ്ഞു. അതാണ് 10 CR ൽ 1 CR ഒരു ഗ്രൈൻഡ് ചെയ്തിട്ടില്ല മനസ്സിലല്ലേ. 10 CR കടം മേടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് തരുന്നതല്ലല്ലോ ഗ്രൈൻഡ്. അണ്ണാ പിന്നെ കുഴപ്പമില്ല. അപ്പാപ്പ ഇല്ലല്ലേ ഇല്ല അത് പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞേ ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞാന്നേ. നേരത്തെ സർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പാപ്പനോടെ. അപ്പാപ്പനുണ്ടോ സിറ്റിയില്? ഇല്ല 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 കഴിഞ്ഞിട്ട് നേരത്തെ അപ്പാ വരുമ്പോ എന്നെ വിളിക്കാൻ പറയണ ഒരു കാര്യം പറഞ്ഞേക്കണേ. പറയാം. ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞു. ശരി ചന്ദ്ര ഹലോ പോയി. എടാ ഞാൻ ഒരു കാര്യം ചെയ്യും. KVയിലെ മാമ KVയിൽ ഒരു സെക്യൂരിറ്റി പോസ്റ്റ് ഉണ്ട്. ഒരു സെക്യൂരിറ്റി പോസ്റ്റ് ഉണ്ട്. ഈ 10 കോടി മേടിച്ചതിന് വരെ അവര് 2 ആഴ്ച അവിടെ പോയി സെക്യൂരിറ്റി പണിയെടുത്തു. എന്നിട്ട് പയ്യ സെറ്റായിട്ട് എന്നിട്ട് ഒന്നായി കൊടിയൊക്കെ വിഷയം മറ്റേ സാറ് മറ്റേ അപ്പാപ്പനൊക്കെ വരുമ്പോ സല്യൂട്ടൊക്കെ അടിച്ച്. ഞാൻ പറഞ്ഞ 1 മിനിറ്റ് അത് കേക്കാം. അല്ല ഞാൻ ഫുള്ള് പറഞ്ഞത് പറഞ്ഞു. നീ വരുമ്പോ അവര് വരുമ്പോ ഓരോരുത്തർ വരുമ്പോ മറ്റേ ഒരു വണ്ടി കയറി വരുമ്പോ സല്യൂട്ട് അടിക്കണം. പിന്നെ അവര് കാറിൽ നിന്ന് ഇറങ്ങാൻ ഡോറ് തുറന്നു കൊടുക്കണം. മനസ്സിലായില്ലേ? അവരെ ഷൂസൊക്കെ തുടച്ചു വെക്കണം. അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് ജോണി മാമനെ ഇടയ്ക്ക് 2 ആഴ്ച അല്ലല്ല അതിന്റെ ആവശ്യമില്ല. ബാക്കിയെല്ലാം ഉണ്ട്. 2 ആഴ്ച അവിടെ നിന്നു. കൂടെ മുമ്പിച്ചിരിക്കണമാരുടെ അതാ ജോണി മാമന് എന്തൊരു ബന്ധമുണ്ടാണ്. 2 ആഴ്ച മാമൻ spelling mistake. 2 ആഴ്ച അവിടെ വന്നു. 2 ആഴ്ച അവിടെ വന്നു. കുഴപ്പമില്ല. 2 ആഴ്ച എന്നിട്ട് പക്ഷെ ഒരു ചെറിയ കാര്യമുണ്ട്. ഡ്രസ്സ് ഊരണം. ഇത് ഊരിയിട്ട് വേറൊരു പച്ച കളർ ഡ്രസ്സ് ഇട്ടിട്ട് അപ്പൊ അങ്ങ് നിന്നാ മതി. ഓക്കെ അണ്ണ പറഞ്ഞ അണ്ണ എന്താണോ പറഞ്ഞോ സീനില്ല. ഇനി പറ. നിനക്ക് പറയാനുള്ളവർ കേക്കട്ടെ. അണ്ണ ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ പൈസ ഒന്നുമില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പറയില്ല. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് നോക്കി. എന്നെ കൊണ്ട് എന്തായാലും പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇല്ല പിന്നെ രായണ പറ. ഇല്ല രായം പറയണ്ട നീ പറഞ്ഞ അണ്ണ ഞാൻ ഭയങ്കരമായിട്ട് ഗ്രൈൻഡ് ചെയ്തില്ല ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ എന്നാലും പറ്റുന്ന രീതിയിൽ വെളുപ്പിനൊക്കെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ശ്രമിച്ച് ഞാൻ ആരോട് ചോദിച്ചാണ് ഇത് എങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് എവിടെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ഗ്രൈൻഡ് നോക്കി. എന്നിട്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാകാൻ നോക്കി. പക്ഷെ എനിക്ക് മനസ്സിലായി ഇന്നാണ് ഗ്യാങ് ഫണ്ട് ആണെന്ന് ഈ ഇടയ്ക്ക് അറിഞ്ഞത്. പറ്റൂലണ്ണ എടാ മാമ എന്നിട്ട് നീ ഗ്രൈൻഡ് ചെയ്ത അല്ല പൈസ ഞാനിപ്പോ ഇത്ര ചോദിക്കുന്നുള്ളൂ. 10 CR എനിക്ക് സംസാരിക്കണ്ട പ്ലീസ്. എനിക്ക് പറയാനുള്ള നീ കേക്ക്. 10 CR നീ മറ്റേ അപ്പുറത്തെ KVയുടെ മെമ്പറിൽ നിന്ന് മേടിച്ചോണ്ട് വന്നിട്ട് എന്റെ മേടിച്ചു പറയട്ടെ ബാക്കി ഇരുന്ന് മിണ്ടാറാടാ. ബാക്കി ഇരുന്ന് 10 CR അല്ലാതെ ഒരു 2 കോടി അല്ലെങ്കിൽ 5 കോടി എക്സ്ട്രാ നീ കൊണ്ടുവന്നിട്ട് ആ 10 CR കൊണ്ടുവന്നെങ്കിൽ ഒരു അന്തസ് ഉണ്ടായിരുന്നു. 1 രൂപ പോലും സ്വന്തത്തിൽ ഗ്രൈൻഡ് ചെയ്യാതെ മറ്റേ അവരെ 10 കോടിയും കൊണ്ട് നിന്റെ തരാന്ന് നിനക്ക് എങ്ങനെ തോന്നി മാമ? നീ എന്ത് പണിക്കാണ് ഇവിടെ ശ്രമിച്ചേ? നീ അപ്പൊ പിന്നെ എന്താണ് അതാണ് നീ അപ്പൊ പിന്നെ എന്താണ് എന്റെ സെപ്പറേറ്റ് 2 കോടി ഉണ്ട്. എന്റെ സെപ്പറേറ്റ് 2 കോടി ഉണ്ട്. അപ്പൊ എന്ത് 12 കോടിയായിട്ട് തരത്തില്ല? 2 കോടി അണ്ണ ഇവിടെ ചെലവറിയാലോ അണ്ണന്. അങ്ങനെയൊക്കെ ഇതൊക്കെ എന്ത് റീസൺ ആണ് ഇവിടത്തെ ചെലവ് അറിയാലോ അണ്ണനെന്നാ? എനിക്ക് നിന്റെ ചെലവ് അറിയേണ്ട ആവശ്യമില്ലല്ലോ. വെയിറ്റ് ബാക്കി പറയട്ടെ. അപ്പൊ അണ്ണ ഇന്ന് ഗ്യാങ് ഫണ്ട് ആണെന്ന് അറിഞ്ഞപ്പോ ഇന്നാളെ ഒരു സിറ്റുവേഷൻ വന്നപ്പം അവിടെ ഉള്ള ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. KVയിലുള്ള ഒരാള്. അപ്പൊ ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ പോയിട്ട് കടമായിട്ടാണ് ചോദിച്ചത്. ഞാൻ തിരിച്ചു തരാം. കാരണം എന്തായാലും എനിക്കിപ്പോ പെട്ടെന്ന് പണിയെടുത്ത് ഇപ്പൊ എന്തായാലും പൈസ എനിക്ക് ഇവിടെ തരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കടമായിട്ട് ചോദിച്ചാണ്.
പലിശക്കാണ് ഞാൻ ചോദിച്ചത്, സത്യം പറയല്ല. വേറൊരു ഗ്യാങ്ങിനോട് കടായിട്ട് ചോദിക്കുന്ന നമ്മുടെ അന്തസ്സിന് വരൂല്ലടാ. ഈ 10 CR എനിക്ക് എന്തായാലും വേണ്ട മാമ. പക്ഷെ ആണോ കുഴപ്പമില്ല, ആണോ അത് വേണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കുഴപ്പമില്ല, നീ ഗ്രൈൻഡ് ചെയ്ത് തന്നാൽ മതി. ഈ 10 CR അത് ശരിയല്ല മാമ. അത് നീ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ലേ? അണ്ണാ പക്ഷെ ഇവിടെ ഉള്ളമാര് തെണ്ടി ഓരോ ഗ്യാങ്ങിന്റെ പോയി ആറ്റിനുമ്പ് കയറ്റി വന്ന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അണ്ണാ. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ കണ്ണാപ്പിയും ബോബോയും വേറെ എവിടെ അറിഞ്ഞ ഇതിന്റെ 4 ഇരട്ടി നിങ്ങൾ രണ്ടുപേരും കേൾക്കും കേട്ടോ. അല്ല 4 ഇരട്ടി കേൾക്കുകയും ചെയ്ത് ഞാൻ അടുത്ത വട്ടത്തിൽ തരുന്നത് 4 ഇരട്ടി ഗ്യാങ് ഫണ്ടും തരും ഉണ്ടാക്കാൻ. അതൊക്കെ അത്ര നമ്മുടെ ഒരു വില ഉണ്ടെണ്ണ. നമ്മുടെ നമുക്ക് പണ്ടൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ബോബോയ് എന്തേലും ഉണ്ടെങ്കിൽ ഇവിടത്തെ ടിവിയിൽ അതാണ് പല കുറ്റം പറയുന്നവന്മാരെ. പണ്ട് SRR ഗ്യാങ്സിൽ പോയി കുനിച്ചിരുന്നോടത്തവന്മാരാണ്. അത്ര നടക്കണത്തില്ല ഇത്. അല്ല അപ്പൊ ഇതും അവന്റെ മിസ്റ്റേക്കാണ്. ഇതും അവന്റെ മിസ്റ്റേക്കായിട്ട് ഞാൻ കണ്ടോളാം കേട്ടോ. കുഴപ്പമില്ല. ഇതിപ്പോ മേടിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു സരക്കണ്ണ നിന്റെ അടുത്ത് ഒരു കാര്യം പറയത്തുള്ളൂ, ഇത്രേ പറയത്തുള്ളൂ, നിന്റെ പൈസ ഇല്ലെങ്കിൽ മാമ ഞാൻ തന്നേനെ. നീ അങ്ങനെ ഞാൻ പറയില്ല. പൈസ ഇല്ലെങ്കിൽ ഞാൻ തരുന്ന ഞാൻ അടുത്ത് പറയില്ല. അല്ല ഞാൻ തരില്ല. അല്ല എന്തേലും ഇളവെല്ലാം തരുമെന്ന് ഞാൻ സരക്കണ്ണ ഇങ്ങനെ ഞാൻ പറഞ്ഞ മനസ്സിലാക്കി കൊടുത്തരണ ഇവന്. അപ്പൊ എന്നിട്ട് ഇവൻ ആ പൈസ നീ ഗ്യാങ് ഇതുവരെ 1 രൂപ നീ തന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നീ വലിയ കോച്ചിങ് ഒന്നും തരണം. അണ്ണാ കൂടെ ഒന്ന് മുമ്പിച്ചിട്ടുണ്ടോ അവന്മാർ രണ്ടുപേരും? മാമ എനിക്കിതേ പറയാം. മാമ 10 കോടി ഡയറക്റ്റ് കൊണ്ട് തന്നത്. ഉണ്ടായി പറയട്ടെ. അപ്പൊ ഈ 10 കോടി തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് എന്ന് നീ 50 കോടി എന്ന് തരുമെന്ന് പറ. എന്ന് പറടാ. കുണ്ണെ നോമ്പായിട്ട് എന്നെ കൂടെ തെറി വിളിപ്പിക്കല്ലേ. ഞാനാണ് കൊല്ലിട്ട് നീയാണോ? പോയി താഴെ പോ നീ താഴെ പോയി ആ കാറിന്റെ ബാക്കിൽ അങ്ങനെ നിന്നിട്ട് പോ. ഞാൻ ഒരു എനിക്ക് 10 കോടി ഉണ്ടാക്കാൻ 50 കോടി ഉണ്ടാക്കാൻ ഒരാഴ്ച മതി. ഒരാഴ്ച. അപ്പൊ ഇന്ന് 5-ാം തീയതി 12-ാം തീയതി 10 മണി വരെ നിനക്ക് സമയമുണ്ട് രാത്രി. ഓക്കെ ഞാൻ തന്നിരിക്കണം. നീ ഗ്രൈൻഡ് ചെയ്തോ അല്ലെങ്കിൽ മര്യാദക്കുള്ള രീതിയിൽ നിനക്ക് അറിയാതെ വാങ്ങിച്ചോ. വേറെ ഗ്യാങ്ങിന്റെ പോയി വായിച്ചോട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിട്ട് ഉണ്ടാക്കി ഞാൻ കൊണ്ടുവരും. അപ്പം ഈ ഒരാഴ്ച നീ ഗ്രൈൻഡ് ചെയ്ത് തിരിച്ച് ആക്റ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിന്നെ തിരിച്ച് ഗ്യാങ്ങിലോട്ട് ആഡാക്കുന്ന അത് കിട്ടിയില്ല. അത് കിട്ടിയില്ല. ജോണിയോന്റെ മാവന്റെ ബന്ധം എനിക്ക് അറിയണം. എടാ സുമുദമ്മയൊക്കെ പണ്ട് വായനോടത്താണ് ജീവിച്ച. എല്ലാം താഴെ പോ. പ്രശ്നമാവാൻ ഇനി അടുത്ത മതി താഴെ പോ. എന്റെ ID 1017. കള്ളസക്കീർ വന്നായിരുന്നാടാ മേളില്. സക്കീറ നീ എനിക്ക് 50 കോടി തന്നെ തന്നത്. നീ 5 കോടി തന്നോട്ടാ പലരും പറയുന്നുണ്ടല്ലോ സക്കീറെ. അതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യണ? ഇല്ല വന്നില്ല. എന്നിട്ട് ഇല്ല എനിക്ക് വന്നില്ല. ഞാൻ ഇപ്പം അടിപൊളിയായിരിക്കും. ഇല്ലടാ വന്നില്ല. സത്യമായിട്ടൊന്നുമില്ല. നീ നിന്റെ അടുത്ത് ഇവിടെ ആരോ നിക്കാൻ പറഞ്ഞത് അടിക്കുന്നുണ്ട് വരണല്ലോ. ജോബിന്റെ അത് കുഴപ്പമില്ലാണ്. ഈ ഗ്യാങ് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചോളാം. മനസ്സിലായി. എടാ ഇത് എന്തരാണ് എല്ലാരും ഇത് എന്ത് നിനക്കൊക്കെ എല്ലാരും തോന്നിയല്ലോ നിക്കാനാണോ പറഞ്ഞത് ഒരു ഗ്യാങ് ഫണ്ട് കളക്ഷന്? പറഞ്ഞവരല്ലേ വന്ന് ഇവിടെ വെക്കേണ്ടത്. ബാക്കി എല്ലാരും ഇവിടെ എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന തിരിഞ്ഞു. എന്നാ പിന്നെ നിങ്ങളെല്ലാരും ഇവിടെ ഞാൻ താഴെ പോയിക്കാ. അല്ല അവൻ ഇത് കഴിഞ്ഞിട്ട് വന്നാ മതി. നീ ഇത് കഴിഞ്ഞ് വന്നാ മതി. നീ അവിടെ നിന്നെ വിളിക്കും. 1017 ഒന്തക്കാട്ടി ഇരിക്കാനാണ് സക്കീറെ പറഞ്ഞത്. ഒരു സ്ഥലത്ത് നിർത്തുമ്പോ അവിടെ അല്ലേ നിക്കണ സക്കീറെ. എടാ നിന്റെ ഇവന്റെ റോള് പിന്നെ കൊടുക്കാം. പറഞ്ഞു വിട് താഴെ പോയില്ലേ. ഒരു വർഷം റോളെന്നും പറഞ്ഞോടെ സമയം കളയുന്നു. ഇനി നിനക്ക് ബാക്കി തരാനുള്ള പൈസ തന്നിട്ടോ.
റെഡി സംസാരിക്കണെങ്കിൽ ക്ഷമിക്കണേ അണ്ണാ. ക്ഷമിക്കൊക്കെ ചെയ്യാം, പൈസ വന്നിട്ട് ക്ഷമിക്കുക. പൈസ ഇട്ട്. കിട്ടിയണ്ണാ. ആ കിട്ടി. ഓക്കെ ഓക്കെടാ, ശരി. അപ്പൊ സക്കീർ അപ്പൊ സക്കീർ 52 CR വീണ്ടും ഒന്നുകൂടി പറഞ്ഞു. നേരത്തെ ഒരു ചെറിയ കള്ളത്തരം കാണിച്ചപ്പോ പിടിച്ച്. ഓക്കെ, അപ്പൊ അടുത്ത കെവിൻ ഈഗർ. ടിവിയെ കെവിൻ ഈഗർ ഒന്ന് വരണം. പൈസ സ്ലോ മോഷൻ കാണിച്ചു ഇനി വരുള്ളൂ ഇയാള്. പൈസ ഉള്ള ഇല്ല ഇത് ഇതൊന്ന് പോ. ഇത് എന്റെ എന്നെ കളയാണ് പിഞ്ചിലോട്ട് നേരെ. എന്ത് ഞാൻ നിന്റെ മറ്റേ നീ മറ്റേ ഇത് എന്തിനാ മറ്റേ സിനിമയുടെ പേരെന്തടാ? എന്തിരി? കബീർ സിംഗ്. കബീർ സിംഗിന്റെ അകത്ത് മറ്റേ അവനാ നീ? ഷാഹിദ് കപൂർ. നീ സുററ്റ് കളിച്ചു എന്നെ മറ്റേ വളയ്ക്കാൻ വേണ്ടി ഇരിക്കുന്ന പോലെ നിൽക്കുന്നു. ടെൻഷനാണ്? ടെൻഷനല്ല, ഇതിലൂടെ ഒരു പെൻഷൻ കൂടി തരും നിനക്ക്. മനസ്സിലായി? ഇനി അത് മേടിച്ച് വീട്ടിലിരിക്കാം. അത് നീ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഫണ്ട് എവിടെ? ഗ്യാങ് ഫണ്ട് ഉണ്ടോന്നോ? അല്ല ടൈപ്പ് ചെയ്യുന്ന അല്ല അയച്ചു തരണ്ടേ കയ്യില. അത് തരണ്ട, തന്നില്ലേലും കുഴപ്പമൊന്നുമില്ല. തെറ്റി സംഗീതങ്ങൾ തെറ്റിപ്പോയി. കുറച്ച് കണക്കൂട്ടലുകൾ തെറ്റാവുണ്ട്. അല്ല, കുറച്ച് കണക്കൂട്ടൽ ഇപ്പൊ തെറ്റ് നിന്റെ. അങ്ങനെയാണ് നീ ഇപ്പൊ നിക്കുന്നത്. നല്ലോണം സിഗരറ്റൊക്കെ വലിച്ച് നല്ലോണം നീട്ടി വലിച്ചൊക്കെ നിന്നു. അപ്പൊ തരാം. അങ്ങനെ പറയല്ലേ. എല്ലായിടത്തോടെയും പുകയൊക്കെ ഇട്ട് നിന്ന് അപ്പൊ തരാം. എന്നാ ചോര നീരാക്കി നിന്റെ അനിയൻ പണിയെടുത്ത പൈസ അല്ലേ? അനിയനോ? നീ സിറ്റി കയറാതെ നീ ഇങ്ങനെയാണ് പണിയെടുക്കുന്ന? നിനക്ക് ഞാൻ എത്ര ദിവസം സിറ്റി കയറിട്ട് എനിക്ക് എത്ര സീർ ഉണ്ടാക്കിയത് എനിക്ക് അറിയാല്ലേ? അനിയൻ പൈസ അനിയൻ ഇത്രയും പണിയെടുത്തിട്ടുള്ള എന്റെ വിശ്വാസം. നീ എന്റെ 861 9 കോടി രൂപ. 9 കോടി ബ്ലാക്കാണ് എനിക്ക് തന്നത്. അപ്പൊ കെവിന് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കെവിന് ബെഞ്ചിലോട്ടാണ് നിന്നെങ്കിൽ ഇനി സ്ലോട്ട്. വേണ്ട ഒരു ഒന്നും വേണ്ട. നീ ഇന്ന് എവിടെ ഇരുന്ന് പരിപാടി കൊള്ളായിരുന്നാ? UKF പരിപാടി കൊള്ളായിരുന്നാ? കൊള്ളായിരുന്നല്ലേ? അപ്പൊ ഇനിയിപ്പോ അവിടെ തന്നെ നിന്നോ? കൈയൊക്കെ കൂട്ടി. നിനക്ക് തോന്നുമ്പോ മീറ്റിങ്ങിന് വന്നിട്ട് മറ്റേ നിന്റെ നക്കാപ്പിച്ച പൈസ മേടിക്കാല്ല ഞാൻ ഇരിക്കുന്ന. നീ തരുന്ന നക്കാപ്പിച്ച മേടിക്കാല്ല ഞാൻ അവിടെ നിൽക്കുന്ന. നിനക്ക് ഇത്ര എന്ത് ഇവിടെ നിനക്ക് എന്ത് പരീക്ഷ ഉണ്ടായിരുന്നു ഇവന്? ഇന്നിപ്പോ പരീക്ഷയായിട്ടാ. ഇന്ന് നീ എന്നിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോയാ? നിനക്ക് ഉച്ചയ്ക്ക് ബാൻ മാറിയല്ലോ. നീ എന്ത് ഗ്രൈൻഡ് ചെയ്യായിരുന്നു? ആ സമയത്ത് ഗ്രൈൻഡ് ചെയ്യാൻ ഇന്നാണ് ലാസ്റ്റ് ഡേ എന്ന് അറിയായിരുന്നല്ലേ? നീ മാറിയില്ലെന്ന് വിചാരിച്ച എന്തിനാണ്? നിനക്ക് അത് കഴിഞ്ഞ് മാറിയെന്ന് കറക്റ്റ് പറഞ്ഞു തന്നില്ലായിരുന്നു അവിടെ ഇരുന്നപ്പം? നിനക്ക് ഇതൊക്കെ എന്ത് റീസണാണ് കെവിന്? ഇതൊക്കെ റീസണാണ്? നിന്റെ അടുത്ത് വൈകിട്ടിരുന്നപ്പോഴത്തേക്ക് നമ്മള് വൈകിട്ടിരുന്നപ്പോ നമ്മള് പറഞ്ഞ നിന്റെ ബാൻ മാറി പറഞ്ഞ നീ എന്നിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ കയറിയോ അവിടെ ഇത്ര നേരം? ഫോൺ വഴി കയറി എന്ത്? നിനക്ക് എന്താ ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ ഫോൺ വഴിയാണ് കയറി, അതുകൊണ്ട് PC നിനക്ക് കയറാൻ പറ്റത്തില്ലേ? അല്ല ഞാൻ മനസ്സിലായില്ല അണ്ണാ, അവൻ പുറത്തായിരുന്നെന്ന്. അതാണ് വന്നത് വൈകുന്നേരം. അല്ല കെവിനെ കുറച്ച് ദിവസം ബെഞ്ചിരുന്നു, കുഴപ്പമില്ല. അവൻ സിറ്റുവേഷൻ്റെ ആളിലും കുഴപ്പമില്ല. ബെഞ്ചിരുന്നു കെവിനെ, കുഴപ്പമില്ല. എടാ ഇവരെ ബെഞ്ചിലോട്ട് വരെ ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുപോവാ. എന്നിട്ട് ആലോചിക്കാം പോയിട്ടോ. എടാ അവനെ ബെഞ്ചിലോട്ട് ഇടാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ബെഞ്ചിലോട്ട് ഇതാണ് ഫൈനൽ ടെസ്റ്റിനാണ്. എടാ TV കെവിൻ 9.something CR കൊണ്ടുവന്നിട്ടുണ്ട്. കെവിനെ ബെഞ്ചിലോട്ട് ഇടാണ്. ഇനാക്റ്റീവ് ആയതിന്റെ പേര് ബെഞ്ചിലോട്ട് ഇടാണ്. ഇതായിരിക്കും ഇവിടെ ഇനാക്റ്റീവ് ആയുള്ള ആക്ഷൻ. ബെഞ്ചിലോട്ട് ഇടും, അല്ലെങ്കിൽ കറക്റ്റ് എടുത്ത് കളയും. എടുത്ത് കളയും. ഇത് അവന് ലാസ്റ്റ് ചാൻസ് ആണ്. തിരിച്ച് TVയിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ ചാൻസ് ആണ് ഈ ബെഞ്ചിലോട്ടുള്ള സ്ലോട്ട്. അതുകൂടി എടുത്ത് കളയും. ഇത് ഫൈനലി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. കെവിൻ ബെഞ്ചിലോട്ട് പോയിട്ട് ബെഞ്ച് പ്ലെയർ ആണ്. ആൻഡ് ഇനി തിരിച്ച് ആക്റ്റീവ് ആണെന്ന് തോന്നിയാൽ മാത്രമേ തിരിച്ച് മെയിൻ ലൈനപ്പിലോട്ട് ഇടും, മുമ്പസിലോട്ട് ഇടത്തുള്ളൂ. ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്.
അതേപോലെ നിന്റെ കയ്യിലുള്ള ഗണ്ണ് സാമർഥ്യ വസ്തുക്കൾ ഇവിടെ ഏൽപ്പിക്കണം ഗുലാന്റെ കയ്യിൽ കേട്ടല്ലേ. ഓക്കെ അപ്പൊ അടുത്ത ആളെ വിളിടാ. ഇതേ എഡിഷൻ കുറച്ച് ദിവസമായി ഇവനെ നേരിട്ട് കണ്ട് പേഴ്സണലായിട്ട് വിളിച്ച് അല്ലാത്ത വിളിച്ചിട്ട് എങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുമോ എല്ലാ രീതിയിലും ഞാൻ വിളിച്ചിട്ടുണ്ട്. അടുത്ത സുനി വരേണ്ടതാണ്. എന്ത് വരാത്തെന്ത് വരാതെ വയ്യാധീനം വല്ലതും ഉണ്ടാ? അതിനെ കുറവ് വല്ലതും ഉണ്ടാ? കഴുത്ത് കുനിഞ്ഞ പിണഞ്ഞ് നടക്കുന്നെന്ത്? പെട്ടെന്ന് വരാൻ പറ്റൂലേ നടന്ന്? ഹലോ 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 കേക്കുന്നില്ല ചേട്ടാ. ഹലോ ഇക്കളോ കിട്ടുന്ന ഇച്ചിരി വെള്ളം കൊടുത്തണ്ടാ കുടിക്ക്. ഐഡി പറ പണം കഞ്ഞി തരാം. പൊത്തിയടി ഐഡി പറടാ സുനെ. ആ സുനെ ഐഡി പറ. ഗ്രേപ്പ് ജ്യൂസ് കുടിയാ 5.5K വാക്സിൻ എല്ലാവരും ലൈക്ക് അടിക്ക്. അതേപോലെ മെമ്പർഷിപ്പ് എടുക്കാത്തവരുണ്ടെങ്കിൽ ഡൂ ടേക്ക് മെമ്പർഷിപ്പ്. നമ്മുടെ 1000 മെമ്പർഷിപ്പ് ബോർഡിലാണ്. നമ്മുടെ 600 മെമ്പർഷിപ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ ഐഡി 861 തറ ഡ്രോപ്പ് ചെയ്ത് എന്ത് നിനക്ക് എത്ര വിഷമം? എന്ത് പൈസ തരാൻ താല്പര്യമില്ലേ? വനിതാ മോങ്ങണതിരി TVS സുനി 52 CR താഴേക്കുന്നവര് പിടിച്ചോണ്ടൊന്ന് പോകണം. അവനൊട്ടും വയ്യ. 2 ആഴ്ചത്തേക്ക് ബെഞ്ചിലിട്ടേരെ. അവന് രണ്ടാഴ്ച ബെഞ്ചിലിട്ടേരെ. അവന് സ്വാധീനം ഇല്ലാതായി. 2 ആഴ്ച ബെഞ്ചിലിട്ടേരെ. സിറ്റുവേഷൻ ഒന്നും നടക്കണ്ട. പോയാളെ തിരിച്ചതാണ്. ബാക്ക് അയ്യോ അണങ്ങി വരുവോ? പാടിയത് ഒന്നുകൂടി പാടിയാണ് കേക്കട്ടെ. അതെന്റെ കണ്ണീര്. പാട് കേക്കട്ടെ. മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് ബ്ലാക്ക് മണി വെച്ച് എന്തൊക്കെയൊക്കെ കഷ്ടത്തിലാക്കല്ലേ മിസ്റ്റർ അക്സേ. കറക്റ്റ് പോവാണ് കൈരളി കൊണ്ട് പോകും. ഉടനെ കുറച്ചുകൂടെ കയ്യിലുണ്ടാകുമ്പോൾ വെച്ച് ജീവിച്ചോളും. വലിയ പാടില്ല. ജീവിക്കണവൻ ഇരുന്നിട്ട്. ഓക്കെ അപ്പൊ അടുത്തത് ആരാണ് ഇനിയുള്ളത്? അടുത്തത് സ്നൈപ്പ് TVS സ്നൈപ്പ്. ഇവൻ ഒരു വളച്ച വിത്താണോ അവൻ? വിളഞ്ഞ വിത്ത് ഇപ്പോഴത്തെ വള്ളിയുടെ മെയിൻ ഇവനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രൈൻഡിങ് ഒക്കെ സ്നൈപ്പ്? കൊള്ളായിരുന്നു. പിടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിച്ചടിച്ച് പിന്നെ മടുത്തെണ്ണം ബോട്ടിന് അടിച്ച് അതുകൊണ്ട് നിർത്തി. ഐഡി 861 ഇല്ല അവിടെ തന്നെ പൈസ ഉണ്ടാക്കും. ഗ്യാങ് ഹൗസിൽ വന്നിട്ട് പോകൂല. ആ ടൈമാണ് അവന്റെ വെളി ഇറങ്ങാത്ത ടൈം. 861 861 നിന്റെ പകുതി എവിടെ? ഞാൻ ചന്ദ്രന് ഒരു 10 കോടി ഒന്നില്ലായിരുന്നു. എടാ നിന്റെ പകുതി ഇറ്റാച്ചി എവിടെയാണ് ചോദിച്ചത്? ഇല്ല അന്നായിരുന്നു മിസ്റ്റർ അച്ഛന് കൊടുക്കാൻ. ഒരു 10 കോടി വാങ്ങിയായിരുന്നു അന്ന്. വണ്ടി എടുക്കാൻ ശരിയാ
അപ്പൊ പെട്ടെന്ന് ഇട്ടായിരുന്നോ? എന്റെ ഫസ്റ്റ് സൂപ്പർ ചാറ്റ് അണ്ണന്. ജിൻസൺ ക്ലോഡി ബ്രോ താങ്ക് യു ഫോർ 200 റുപ്പീസ് സൂപ്പർ ചാറ്റ് ബ്രോ. എത്ര ഇട്ടത്? 50 കോടി. ഓക്കെ ഓക്കെ. അപ്പം TVS സ്നൈപ്പ് 50 CR. ഓക്കെ ഓക്കെ സ്നൈപ്പ്. അപ്പോൾ അടുത്ത പെയിന്റിങ് എന്തായാലും സെറ്റ് ആക്കാം കേട്ടോ, കുറച്ചുകൂടി നല്ല രീതിയിൽ ആക്കാം. പോട്ടെ ശരി. മണവെള്ളം വിളിച്ചിട്ടല്ലേ ഒന്ന് ലൈക്ക് അടിക്കുമോ? നിങ്ങൾക്ക് ഈ ലൈക്ക് അടിക്കുക എത്ര പാടെന്താണ്? ഈ 5500 പേരിൽ നിന്ന് കാണുമ്പോൾ ഈ 1000-2000 പേർക്ക് അടുപ്പിച്ച് ലൈക്ക് അടിക്കുക എത്ര മടിയെന്നാണ്. ലൈക്ക് അടിച്ചുകൂടെ നിങ്ങൾക്ക്? എടാ നീ 50 CR 60 CR തന്നത്? സ്നൈപ്പേ 50 CR ആണോ 60 CR ആണോ തന്നത്? അല്ല മറ്റേ 10 മറ്റേതായിരിക്കും. ഓക്കെ 50 CR 10 60. അത് എനിക്കറിയാം. അത് ഇനി പറഞ്ഞിട്ടുണ്ടാവും ചാറ്റില് ഉപദേശകാരന്മാർ. പടാ മണവാളം പാ. എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്രൈൻഡിങ് കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ എന്താണ് കുഴപ്പം? ഗ്യാങ്ങാണോ കുഴപ്പം? അല്ല ഒത്തിരി കുഴപ്പം. അല്ല എന്താണ് കുഴപ്പം എന്തെങ്കിലും തോന്നി നീ പറഞ്ഞോ? ഒരു സീനും ഇല്ല. പീടിയാണ് കുഴപ്പമാണ്. ഗ്രൈൻഡ് ചെയ്യുമ്പോ പീടി വരും. അല്ല അത് മാറി. അതൊക്കെ മാറി സെറ്റായി. വേറെ പ്രശ്നമൊന്നുമില്ല. തെറ്റാണ്. ഓക്കെ അപ്പൊ എന്നാലും ഇട്ടോ 861 ഐഡി. 861. വന്നു. TV മണവാളൻ 50 CR. അപ്പൊ ഇനി അവസാനമായിട്ട് വരാനുള്ളത് ഗഡിയല്ലേ? ഗഡിയേ വരൂ, ഒന്ന് ഫാസ്റ്റ് ആയിട്ട് വരൂ ഗഡിയേ. സ്നൈപ്പ് 60 CR ബ്രോ ഒന്ന് നിർത്തുവോ? എനിക്കറിയാം നീ പറഞ്ഞോണ്ടിരിക്കണ്ട. ഇനി പറഞ്ഞോണ്ടിരിക്കണം. ഹലോ ഗഡിയെ പറയൂ. മെമ്പർഷിപ്പ് എടുക്കാമേ. കടുംബറ്റി താങ്ക് യു സോ മച്ച്. ജിപ്സൺ ലൂക്കോസ് ബ്രോ താങ്ക് യു ഫോർ 36. ഓക്കെ ഐഡി 861. അണ്ണാ പൈസ കുറവാണ്. ഉള്ളതാ 50 CR തരണം, അത്രേ ഉള്ളൂ. ഐഡി 861. അല്ലെ ഡ്രോപ്പ് ചെയ്തു. അണ്ണാ പൈസ കുറവാണ്, ഞാൻ ഉദ്ദേശിച്ച മാതിരി സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അണ്ണാ, താഴെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 100 കോടി എല്ലാരെയും നെട്ടിച്ചുകൊണ്ട്. അണ്ണാ അതെ അടുത്തുണ്ട്. ഓ പ്രശ്നമാണല്ലോ. അണ്ണാ ഞാൻ വിചാരിച്ച ഒരു 200 ആയിരുന്നു, നടന്നില്ല. കുറച്ച് വാൻ ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ കറണ്ട് പൊക്കിലൊക്കെ ഉള്ള കാരണം ടൈമിൽ കയറാൻ പറ്റുന്നില്ല. അപ്പം കറണ്ട് പോകും. TVA വില്ലുമോൻ ജില്ലം പടപട 100 കോടി ബ്ലാക്ക് മണി, 200 ജോയിന്റ്, 200 മെത്ത്. ഗഡി തകർത്തോ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. TVയിലെ മൊത്തത്തിലെ ആക്ടിവിറ്റി ബേസും ഗ്രൈൻഡിങ് ബേസും എല്ലാം കൊണ്ടും നോക്കിയിട്ട് ഏറ്റവും ഡിസർവ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 5K ഇതിന്റെ ഭാഗമായിട്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടും ഡിസർവ് ചെയ്യുന്നത് ആരാണെന്ന് ഞാൻ പറയാം. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യ്. നീ അങ്ങ് താഴെ നിന്നു പറയാം. നിന്റെ ഫണ്ട് ഇട്ടോ. ഇറക്കിയിട്ടാണ് ഫണ്ട് ഉണ്ടോടാ വിലനെ? ഓക്കെ അപ്പം TVA ഗുലാൻ 50 CR
അപ്പം ബാക്കി എൻ്റെ ഫണ്ട് എൻ്റെ ഒരു 65 CR ഉണ്ട്. പിന്നെ ചന്ദ്രൻ്റെ അത് 10-ാം തീയതിയാണ് ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ 10-ാം തീയതി ഇടും. രായൻ്റെത് ഓൾറെഡി രായൻ ഗ്രൈൻഡിങ് ചെയ്ത ഫണ്ട് വെച്ചിട്ടാണ് ഇവിടെ ബാക്കി സാധനങ്ങളെല്ലാം ഗ്യാങ് ഹൗസിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. കണ്ണിൻ്റെയും മറ്റ് സാധനം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ രായനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ അതിനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവൻ വൈറ്റ് അല്ലാതെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം സോ അപ്പം ഞാനൊന്ന് ഫൈനലൈസ് ചെയ്യട്ടെ ആരാണ് നമ്മളുടെ ഈ മന്തിലെ ഏറ്റവും ഈ ഒരു ടൈമിലെ ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ള മെമ്പർ എന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ പറ. റെഡിയിൽ വെയിറ്റ് എടാ. എന്തിനാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്? സ്നൈപ്പ്, സാവേജ്, മൂന്നുപേർ ആക്റ്റീവ് ആണ്. ബട്ട് ഇതില് മൂന്നുപേരിലും ഗ്രൈൻഡ് കൂടി നോക്കുകയാണെങ്കിൽ വില്ലുമോനാണ്. കാരണം ഗ്രാൻഡ് ഡ്യൂട്ടീസില് ആക്റ്റീവ് ആണ്. വള്ളി എടുക്കാൻ പോയാൽ ആക്റ്റീവ് ആണ്. രാവിലെ ഞാൻ നോക്കുന്ന ടൈമില് വെളുപ്പിനൊക്കെ വന്നിരുന്നിട്ട് ഗ്രൈൻഡ് ചെയ്യാറുണ്ട്. ഡെയിലി ഞാൻ കിട്ടിയ ദിവസങ്ങൾ മാത്രമേ ഞാൻ ചുറ്റി കാണാം. ബാക്കി എല്ലാ ദിവസവും അവന്റേതായിട്ടുള്ള നല്ല രീതിയിൽ ഇടുന്നുണ്ട്. പിന്നെ ഗ്രാൻഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എല്ലാ ആക്ടിവിറ്റീസും ഗ്രൈൻഡിങ് മാത്രമല്ല ഫോക്കസ് ചെയ്ത് ഒരു ഗ്യാങ്ങിൽ നിൽക്കേണ്ട ഓവറോൾ എല്ലാ 3 ഏരിയയും ക്ലിയർ ആയിട്ട് നിന്നിട്ടുണ്ട് വില്ലുമോൻ. അതാണ് അവനാണ് ടോപ്പിൽ നിൽക്കണ ഒരാള്. അലക്കാതെ മറ്റേ ഗ്യാങ് പണ്ട് തരത്തിലൊന്നും തരത്തിൽ എന്നിട്ട് ചുമ്മാ അലച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളിപ്പോൾ എല്ലാവരുടെയും ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. കോലീഡറും നമ്മുടെ പിന്നെ ഗുലാനും നമ്മളെല്ലാവരുടെയും ഡിസൈഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ സിറ്റിയിൽ ലാസ്റ്റത്തെ ഒരു മാസത്തെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് സാവേജും സ്നൈപ്പ്, വില്ലുമോൻ 3 പേരാണ്. അപ്പം അതിൽ തന്നെയാണെങ്കിലും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയതിലും നിങ്ങളെല്ലാവരും ആക്റ്റീവ് ആയെങ്കിലും ഏറ്റവും കൂടുതൽ ഗ്രൈൻഡ് ചെയ്തതും പ്ലസ് സിറ്റിയിൽ ആക്റ്റീവ് ആയതും എല്ലാ സിറ്റുവേഷനിലും ഉണ്ടായതും എന്നുള്ള രീതിയിൽ വില്ലുമോനാണ് അപ്പം TVയിൽ ഈ മന്തിരെ ബെസ്റ്റ് മെമ്പറായിട്ട് എടുത്തേക്കുന്നത്. സോ വില്ലുമോനായിരിക്കും ആ ഒരു 5K കിട്ടുന്നത്. ആൻഡ് കൺഗ്രാജുലേഷൻസ് വില്ലുമോൻ. And you deserve it. വില്ലുമോനെ ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇനിയും അതേപോലെ നിക്കിന്റെ കാര്യം നിക്കിന്റെ കാര്യം വിട്ടു. നിക്കും ആക്റ്റീവ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് വിട്ടു പേര്. നിക്കും അതേപോലെ ആക്റ്റീവ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് 4 പേർക്കും ഏറ്റവും കൂടുതൽ സിറ്റിയിൽ ആക്റ്റീവ് ആയിരുന്നതിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. ഇങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെ വേണം. ബാക്കി അടുത്ത ഇനി വരുന്ന ഗ്രൈൻഡിങ് അല്ലെങ്കിൽ ഇനി വരുന്ന അടുത്ത ഇതിന് നോക്കും. ഇത്തവണ ആക്റ്റീവ് ആയിരുന്നവർ തന്നെ അടുത്ത വട്ടം ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ മണവാളന്റെ കേസാണ്. മണവാളൻ ഒരുപാട് തിരക്കിന്റെ ഇടയിൽ ജോലിയുടെ ഇടയിലും അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ടൈം കണ്ടുപിടിച്ചാൽ. അതേപോലെ കണ്ട് പഠിക്കണം ഓരോ മെമ്പേഴ്സും. ഈ ഒരു പണിയും ഇല്ലാതെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ. ബോബോയ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ണാപ്പി ഒരു കോപ്പും കഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ പോയില്ലടാ നിന്റെ അടുത്ത് നിന്റെ അടുത്ത് നീ ഇറങ്ങണം. ഗ്യാസ് ഇറങ്ങണേ ഇറങ്ങിക്കോണം. പിന്നെ കയറല് കഴുത്ത് കോടി പിടിച്ചവനൊക്കെ നേരത്തെ കൊണ്ടുകൂടെ എത്തിരി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ വട്ടം ഗ്രൈൻഡ് ചെയ്ത് ഫണ്ട് ചെയ്ത് ഡെയിലി കയറുന്നവർക്ക് നിങ്ങൾക്ക് എപ്പോഴും വാറിൽ പ്രയോറിറ്റി ഉണ്ട്. മറ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആക്റ്റീവ് ആയിട്ടിരുന്ന ഇത്രയും പേര് ഇന്നത്തെ ഈ റേഡിയോയിലുള്ള ഇത്രയും പേര് ആരൊക്കെയാണോ, കെവിൻ ഒഴിച്ചിട്ടുള്ള ഇത്രയും പേര് ആരൊക്കെയാണോ, അവർക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി കാണും. ഏത് സിറ്റുവേഷനിൽ വന്നാലും ഫസ്റ്റ് അവരെ തന്നെ ആഡ് ആക്കുള്ളൂ. അതിലൊരു മാറ്റവും ഇല്ല. നമ്മൾ ലാസ്റ്റ് വാർ നോക്കിയാലും മതി. എനിക്കിപ്പോൾ വാർ തോറ്റാലും ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം മെമ്പേഴ്സ് ഡിസർവ് ചെയ്യുന്നുണ്ടോ കളിക്കുന്നുണ്ടോ അവർക്ക് ഞാൻ ചാൻസ് കൊടുക്കും. അവർ ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അല്ലാതെ വല്ലപ്പോഴും കയറി വന്ന സിറ്റുവേഷന് മാത്രം വേണ്ടിയിട്ട് ആക്റ്റീവ് ആവുന്ന TV മെമ്പേഴ്സിന് നമുക്ക് ആവശ്യമില്ല. നമ്മൾ തോറ്റ് ജയിച്ചോളാം. നമ്മൾ പണ്ട് കുറേ തോറ്റിട്ടൊക്കെ തന്നെയാണല്ലോ പിന്നല്ലേ ജയിച്ച് വന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന 1-2 തോൽവി നമ്മളങ്ങ് സഹിച്ചോളാം. എന്നിട്ട് നമ്മൾ പയ്യെ ജയിച്ചോളാം. ഈ മറ്റേ വെടി വയ്ക്കാൻ കഴിവുള്ളതുകൊണ്ട് എപ്പോൾ തോന്നുമ്പോഴൊന്നും കയറ്റും എന്നൊരു തോട്ടിന് ആർക്കും വേണ്ട. അത് മൈൻഡിൽ ഞാൻ കളഞ്ഞേരെ. പിന്നെ ആക്റ്റീവ് അല്ലാതെ ഇന്ന് വരാത്തവർ റീസൺ പറയാതെ ഇന്ന് വരാത്തവർ ആരൊക്കെയാണോ അവർക്ക് എഗെയിൻസ്റ്റ് ആക്ഷൻസ് ഉണ്ടായിരിക്കും. അത് എന്താണെന്നുള്ളത് അടുത്ത തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും
ഉറപ്പായിട്ടും അടുത്ത സിറ്റുവേഷൻസിൽ കയറാൻ സമ്മതിക്കത്തില്ല. ഒന്ന് ബെഞ്ചിലോട്ട് പോവില്ല എന്നുള്ളത്, പിന്നെ എത്ര ഫണ്ട് എക്സ്ട്രാ തരേണ്ടി വരും എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലേ?